തൈരൊന്നും വീട്ടിൽ വെക്കാനേ പറ്റില്ല കേട്ടോ. ഫ്രിഡ്ജ് തുറക്കണ ടൈം തന്നെ കുഞ്ഞിപ്പെണ്ണ് വന്ന് അതെടുത്തുകൊണ്ട് പോകും. ഐസ്ക്രീമാണെന്ന് ഓർത്തെടുത്ത് കഴിക്കും. അപ്പോൾ ആൾക്ക് അതൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് കയറി. നാളത്തേക്കാണെങ്കിൽ നമ്മൾ ദോശയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി, സത്യം പറഞ്ഞാൽ മറന്നുപോയതായിട്ടോ ദോശയുടെ കാര്യം. അപ്പോൾ ദോശക്കുള്ള ഉഴുന്നും അരിയും കൂടി ഞാൻ ഒരുമിച്ച് രണ്ടും കൂടി മിക്സ് ചെയ്ത് പെട്ടെന്ന് ഇട്ടതാണ്. 6 മണി 7 മണി എന്തൊക്കെയായി, വേഗം ഇട്ടു ഞാൻ. അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞല്ലോ, ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഗൈസ് അടുത്ത പണി വന്നത്. ഹസ്ബൻഡ് ഇതേ ചൂര മീനുമായിട്ട് വന്നിരിക്കുന്നു. പിന്നെ അത് വേഗം ക്ലീൻ ചെയ്ത് കറി ഞാൻ വെക്കില്ല കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ വെച്ച ചിക്കൻ കറി. അപ്പോൾ ഞാൻ കറി വെച്ച ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കും. ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ ഫിഷ് വറുക്കാനുള്ളതൊക്കെ ഞാൻ സെറ്റാക്കി. പിന്നെ വേപ്പില കുറേ വന്നിട്ടുണ്ട്, ലോഡായിട്ട് വന്നിട്ടുണ്ട്. റേഷൻ നമുക്ക് വേപ്പില റേഷൻ ഫുള്ളായിട്ടുണ്ട് ഗൈസ്. ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ മാസത്തേക്കുള്ള ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇത് പഞ്ചസാരയാണ്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പഞ്ചസാരയിൽ എപ്പോഴും ഉറുമ്പ് കയറും. അതിന് വല്ല ടിപ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഗൈസ്. കുറേ ടിപ്സൊക്കെ നോക്കി, പക്ഷേ ഒരു ഗുണവുമില്ല ഗൈസ്. പിന്നെ വേഗം ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങി. എപ്പോഴും നമ്മളുടെ വീട് കുഞ്ഞുമക്കളുള്ള വീടൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും അലങ്കോലമായിരിക്കും. നമ്മളിവിടെ 3 പ്രാവശ്യമൊക്കെയാണ് മാക്സിമം തുടക്കാറൊക്കെ ഉണ്ട്. രാവിലെ തുടക്കും, ഉച്ചയ്ക്ക് തുടക്കും, പിന്നെ കിടക്കുന്ന ടൈമിൽ തുടക്കും. പിന്നെ അതിനിടയ്ക്ക് അടിക്കൽ വേറെ കഴിയാറുണ്ട് കേട്ടോ. അപ്പോൾ വീട് ഒന്ന് മെനക്കിടന്നാൽ തന്നെ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും ഗൈസ്. കുട്ടികളൊക്കെ ആകണേ മുമ്പാണെങ്കിൽ എപ്പോഴും വീട് നല്ല ക്ലീനായിട്ടേ ഞാനും അമ്മയൊക്കെ ഇടാറുണ്ടായുള്ളൂ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അങ്ങനെയൊന്നും പറ്റുന്നില്ല. കുട്ടികളുടെ ടോയ്സും പിന്നെ അവർ കഴിക്കുന്ന ഫുഡും എല്ലാം ഉണ്ടാവും. ഞാനപ്പോൾ വേഗം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ നന്നായിട്ട് തുടച്ചിട്ട്, അവിടെയും കുറേ ഫുഡ് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി അവിടെയും തുടച്ചിട്ട്. പിന്നെ ഹാളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത്, ബെഡ്റൂമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ രാത്രി ഇപ്പോൾ അടിച്ചിട്ടിട്ട് ഒരു സമയമൊക്കെ ആകുമ്പോൾ അടിച്ചിടും. എന്നിട്ട് പിന്നെ രാത്രിയാണ് നമ്മൾ ക്ലീൻ ചെയ്തിടുന്നത്. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, ബെഡ്റൂമിലെ ബെഡ്ഷീറ്റും പിന്നെ കർട്ടനൊക്കെ ആൾ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞു. വിരിച്ചിട്ടോളാമെന്നും പിന്നെ കർട്ടനൊക്കെ സെറ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞു. അലക്കിയിട്ടുണ്ടായിരുന്നു കർട്ടൻ. പിന്നെ വീട്ടിലെ മൂത്ത പുത്രനാണെങ്കിലോ ചോറ് കഴിക്കില്ല ഗൈസ്, ഒള്ളി പുട്ടും പഴം. അപ്പോൾ പുട്ടും പഴം മാത്രം കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്, അമ്മയെല്ലാവരും. അപ്പോൾ പറഞ്ഞു എന്തെങ്കിലും വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ കൂടെ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും കൂടി ആഡ് ചെയ്തു. രാവിലെ ഞാനൊരു മുട്ടയാണ് കേട്ടോ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത്. അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുഡായിട്ട് കഴിച്ചത് ഞാൻ ചോറാണ്.